പാർലമെന്റിൽ ഇന്നലെ പ്രിയങ്ക നടത്തിയ ആദ്യ പ്രസംഗം ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. കുറിക്കുകൊള്ളുന്ന വാക്കുകളുമായി ബിജെപിക്കെതിരെയും അദാനിയെ വഴിവിട്ട് സഹായിക്കുന്ന മോദി സർക്കാരിനെതിരെയും ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി പ്രസംഗം തുടങ്ങിയത്. രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും അദാനിക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സർക്കാർ വകുപ്പുകളുടെയും ശ്രദ്ധ അദാനിയുടെ ക്ഷേമത്തിലാണ്. 145 കോടി ജനങ്ങളെ മറന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് മോദി രാജ്യം ഭരിക്കുന്നത്. നമ്മുടെ എയർപോർട്ടുകൾ വിൽക്കുന്നത് ആ വ്യക്തിക്കാണ്. നമ്മുടെ തുറമുഖങ്ങൾ അദാനിക്കാണ് വിൽക്കുന്നത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ അദാനിക്കാണ് വിൽക്കുന്നത്. നമ്മുടെ വിമാനങ്ങൾ അദാനിക്കാണ് വിൽക്കുന്നത്. മോദി സർക്കാരിന്റെ എല്ലാ വൻകിട കരാറുകളും അദാനിക്കാണ് ലഭിക്കുന്നത്. എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് മാത്രം ഇതെല്ലാം ലഭിക്കുന്നു? സഭയിലുള്ള അമിത് ഷായോടായി പ്രിയങ്ക ഗാന്ധി ചോദിച്ചു. ഇങ്ങനെ ഓരോന്നോരോന്നായി വിൽക്കുമ്പോഴും ഞങ്ങളുടെ സംരക്ഷണത്തിന് ഒരു സർക്കാർ ഉണ്ടല്ലോ എന്ന ഒരു ആശ്വാസം രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ആ സുരക്ഷാബോധം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മോദി ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ദരിദ്രർ കൂടുതൽ ദരിദ്രരായിക്കൊണ്ടിരിക്കുകയാണ്. പണക്കാർ കൂടുതൽ പണക്കാരായിക്കൊണ്ടിരിക്കുകയുമാണ്. എങ്ങോട്ടാണ് നിങ്ങൾ രാജ്യത്തെ കൊണ്ടുപോകുന്നത്? ഹിമാചൽ പ്രദേശിൽ ജനങ്ങളുടെ പ്രതിഷേധം മറികടന്ന് അദാനിയുമായി കരാറുണ്ടാക്കിയതിനെയും പ്രിയങ്ക ഗാന്ധി ചോദ്യം ചെയ്തു. കുറിക്കുകൊള്ളുന്ന വാക്കുകളുമായി തന്റെ കന്നി പ്രസംഗത്തിൽ പ്രിയങ്ക ഗാന്ധി കത്തിക്കയറിയപ്പോൾ അതിനു മറുപടിയുമായി ഈ അധികാരം ഞങ്ങൾക്ക് തന്നത് ജനങ്ങളാണെന്നും ജനങ്ങളാണ് ഞങ്ങളെ അധികാരത്തിൽ എത്തിച്ചതെന്നും ബിജെപി നേതാക്കൾ പ്രതികരിച്ചതോടെ പ്രിയങ്ക അതിനും തക്ക മറുപടി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണോ എന്നാണ് പ്രിയങ്ക ഗാന്ധി ഭരണപക്ഷത്തെ, പ്രധാനമായും മോദിയെ നോക്കി വെല്ലുവിളിച്ചത്. ഇതിന് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല എന്നത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വന്നിരുന്നെങ്കിൽ സർക്കാർ ഭരണഘടന മാറ്റി എഴുതാനുള്ള ശ്രമം ആരംഭിച്ചേനെ എന്ന് പ്രിയങ്ക ഗാന്ധി തുറന്നടിച്ചു. പാർലമെന്റിലെ തന്റെ കന്നി പ്രസംഗത്തിൽ ബിജെപിയെയും RSSനെയും ഒരുപോലെ കടന്നാക്രമിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. ഭരണഘടനയുടെ മൂല്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു പ്രിയങ്കയുടെ പ്രസംഗമെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഒരു ജനതയെ മുഴുവൻ മോദി സർക്കാർ വഞ്ചിക്കുകയാണ്. സർക്കാർ ഒരു വാഷിംഗ് മെഷീൻ സർക്കാരായി മാറിയെന്നും പ്രിയങ്ക പരിഹസിച്ചു. കൂടാതെ ഉന്നാവോ ബലാത്സംഗ കേസിൽ ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നതും പ്രിയങ്ക ശക്തമായി ഉന്നയിച്ചു. രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പേര് പുസ്തകങ്ങളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും മായ്ക്കാൻ ബിജെപി സർക്കാർ എത്ര തന്നെ ശ്രമിച്ചാലും സ്വാതന്ത്ര്യ സമരത്തിലും രാഷ്ട്ര നിർമ്മാണത്തിലും അദ്ദേഹത്തിന്റെ പങ്ക് ഒരിക്കലും എഴുതിത്തള്ളാനാകില്ലെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. പ്രിയങ്കയുടെ കന്നി പ്രസംഗത്തിലൂടെ മോദിയും അമിത്ഷായും ഒന്നുറപ്പിച്ചു, പഴയ പോലെ തങ്ങളുടെ പിത്തലാട്ടം ഇനി ലോക്സഭയിൽ നടക്കില്ല എന്നത്.